ഈ കാണുന്ന ആടിന് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ. ഈ വീഡിയോ കൂടി പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരികയാണ്. നമ്മളെ രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന 7 മാസം പ്രായമുള്ള ഒരു ആട്ടുംകുട്ടിയാണിത്. പാൽപ്പല്ലിൽ നിൽക്കുന്ന ആട്ടുംകുട്ടി. ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം 45 കിലോ മാത്രമേ ഇതിന് തൂക്കമുള്ളായിരുന്നു. നമ്മൾ രാജസ്ഥാനിൽ പോയി നല്ല പേരൻറ് സ്റ്റോക്കിനെ കണ്ട് അതിൻ്റെ കുട്ടിയെ മേടിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഈ ആടിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ. നമ്മൾ നോക്കണം, നമ്മൾ അവിടെ വെച്ച് ഇതിൻ്റെ തൂക്കം എടുത്തതാണ് നിങ്ങളെ ഈ കാണിക്കുന്നത്. കാരണം പലരും വെയിറ്റ് പറയുമ്പം വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. 100 കിലോ 150 കിലോ ഒക്കെ ആട് വളരുമെന്ന് പറയുമ്പോൾ പലർക്കും വിശ്വാസം വരുന്നില്ല. ഇതിന് 45 കിലോയാണ് നമ്മൾ രാജസ്ഥാനിൽ നിൽക്കുമ്പോൾ ഉള്ള ഈ കുട്ടിയുടെ വെയിറ്റ്. നമ്മുടെ നാട്ടിൽ ഇത് എത്തിച്ചു. ഓക്കെ, നമ്മുടെ ആ ഒരു നാട്ടിലെത്തിച്ചതിന് ശേഷമുള്ള വളർച്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ ഇരട്ടി വെയിറ്റിലേക്ക് ഈ ആട് വളർന്നിട്ടുണ്ട്. അത് 6 മാസം കൊണ്ട്. 6 മാസമായി നമ്മുടെ നാട്ടിൽ ഈ ആട് എത്തിയിട്ട് 6 മാസം കൊണ്ട് വളർന്ന ഒരു വളർച്ചയാണ് നമ്മളീ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേകിച്ചൊരു പരിപാലനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാടൻ ഫുഡുകളാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഇലവർഗ്ഗങ്ങളുമാണ് ഇതിന് കൊടുക്കുന്നത്. കൃത്യമായി എടുക്കേണ്ട വാക്സിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇത്രത്തോളം വളർച്ച വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രീഡാണ്, ബ്രീഡ് ക്വാളിറ്റിയാണ്. സിരോഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തുന്ന ആടുകളൊന്നും സിരോഹിയല്ല. അതൊക്കെ ക്രോസ് ബ്രീഡുകളും ഇൻബ്രീഡിങ് ആയ ആടുകളൊക്കെയാണ് സിരോഹി എന്ന് പറഞ്ഞ് പലരും കച്ചവടം നടത്തുന്നത്. അപ്പോൾ കട്ടിങ് പർപ്പസിന് വരുന്ന ആടുകളെ ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക. അത് ഇത്രത്തോളം വെയിറ്റ് വെക്കണം എന്നില്ല. നമ്മൾ നല്ല ലൈനേജുള്ള ആട്ടും കുട്ടികളെ വാങ്ങി വളർത്തിയാൽ നല്ല രീതിയിൽ ഇതിന് വളർച്ച വെക്കും. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വളർച്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇപ്പം പാൽപ്പല്ല് പൊഴിഞ്ഞ് 2 പല്ല് വീണിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ചോണം ഈ ആടിന് ഇപ്പോൾ എത്ര പ്രായം ഉണ്ടെന്നുള്ള. 1 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ ഈ ആടിൻ്റെ പ്രായം എന്ന് പറയുന്നത്. 2 പല്ല് ജസ്റ്റ് വീണിട്ടേ ഉള്ളൂ ഈ ആടിന്. ഇനി നല്ല വളർച്ച കിടക്കുകയാണ് ഈ ആടിന്. അപ്പോൾ ഇത് മേറ്റിംഗ് ടെൻഡൻസിയൊക്കെ കാണിച്ചു തുടങ്ങി. നമ്മളിപ്പോൾ മേറ്റിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സിരോഹിയെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കുറ്റിത്തെരുവിലാണ് ഈ ആടുള്ളത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. പ്യുവർ ബ്രീഡുമായിട്ട് മേറ്റ് ചെയ്യുന്നതിന് നമ്മൾ 1000 രൂപയാണ് ഈടാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് സമീപിക്കുകയാണ്. നല്ല ലൈനേജുള്ള ഒരു സിരോഹി മെയിലാണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെയിലുകളെ വാങ്ങാനായിട്ട് അത്യാവശ്യം നല്ല റേറ്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും കുട്ടികൾക്ക്. അപ്പോൾ അത്രയും വില കൊടുത്ത് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളർച്ച ഒന്നും ആയിട്ടില്ല. 2 പല്ല് മാത്രമേ ഇതിന് വളർച്ചയായിട്ടുള്ളൂ. 8 പല്ല് വരെ ഇതിന് പൂർണ്ണ വളർച്ച ലഭിക്കുന്ന തരത്തിലുള്ള മുട്ടൻകുട്ടിയാണ്. അപ്പോൾ ബ്രീഡിങ്ങിനായിട്ട് മുട്ടനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല ലൈനേജുള്ള മെയിലിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനായിട്ട് അവൻ്റെ പേരസ്റ്റോക്കിനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ലാഭകരമായിട്ട് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഫാം എപ്പോഴും ലാഭകരമായി പോകുന്നതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെയിലിനെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ഷൈനിങ്ങിൽ വളർന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഇവൻ്റെ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ വളർച്ച എത്രത്തോളം ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. കൊണ്ടുവന്നതിൻ്റെ ഇരട്ടി വെയിറ്റിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ സിരോഹി ആടെന്ന് പറയുന്നത് നല്ല മീറ്റ് പ്രൊഡക്ഷനുള്ള ആടാണ്. നല്ല രീതി ഗ്രോത്തിൽ വളരുന്ന ആടുകൾ തന്നെയാണ്. നല്ല ഉയരവും ബോഡി ലെങ്തും ഉടൽ നീട്ടും ഒക്കെ ഉള്ള നല്ല ആടുകളാണ് സിരോഹി ആടുകൾ. നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ തന്നെ നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെത്തുന്ന ഈ സിരോഹി എന്നും പറഞ്ഞെത്തുന്ന പല ആടുകളും അതിൻ്റെ പൂർണ്ണ രീതിയിലുള്ള വളർച്ച ലഭിക്കണമെന്നില്ല. കാരണം അത് ഇൻബ്രീഡിങ് ആകുന്നതും അത് ക്രോസ് ബ്രീഡിങ്ങിലേക്കൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ സിരോഹി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. പെണ്ണാടിന് നല്ല രീതിയിൽ ഗ്രോത്ത് വരും. നല്ല പാലുൽപാദനമുള്ള ആട് തന്നെയാണ് ഈ സിരോഹി എന്ന് പറയുന്ന ആടുകൾ. നല്ല ക്വാളിറ്റി ആടുകൾ എങ്ങനെ വളരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. 6 മാസത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ ആടിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. ആട് വളർത്തലിൻ്റെ രീതികളും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെ നമ്മുടെ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കാഴ്ചകളും അറിവുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നതാണ്.